ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളൊക്കെ തന്നെ കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓപ്പൺ ചെയ്തത് 25,108 പോലും ആ ഒരു ലെവലൊന്നും തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ടൊരു 0.5% കൂടുതൽ ഇടിവ് നിഫ്റ്റി 50-യിലുണ്ട്. പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ എങ്ങനെയാണ് ആ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ടോ? ജാസ്മിൻ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80 പോയിന്റുകളുടെ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 25,090 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ട്രേഡിംഗ് കാഴ്ചവെക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50-യിൽ നിന്ന് 40 ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 10 ഓഹരികൾക്ക് മാത്രമാണ് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5%-ഓളമുള്ള ഒരു ഇടിവിലേക്ക് നിഫ്റ്റി ബാങ്കിങ് സൂചികയും കടന്നിരിക്കുന്നു. നിലവിൽ 55,296 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ഒരു ട്രേഡിംഗ് നടത്തുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ 6 ബാങ്കിങ് ഓഹരികൾ നേട്ടം രേഖപ്പെടുന്നു. 6 ഓഹരികൾ തന്നെ ഇടിവും രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കമ്പനി വൈസ് ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിങ്ങിലും മാരുതി സുസുക്കിക്ക് ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 1.25% ഒരു നേട്ടം മാരുതി സുസുക്കി കാഴ്ചവെക്കുന്നു. ഏഷ്യ മോട്ടോഴ്സ് പരിശോധിക്കുമ്പോൾ 0.25% മുകളിലുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നു. ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ 0.25%-ഓളമുള്ളൊരു നേട്ടം. JSW സ്റ്റീലിൻ്റെ ഓഹരികൾ ഏകദേശം 0.5% മുകളിലേക്കും ഉള്ളൊരു കുതിപ്പ് നടത്തുന്നു. എന്നാൽ ഇപ്പോൾ ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര ഏകദേശം 1.5% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുന്നു. ടാറ്റ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% ഒരു ഇടിവ് ടാറ്റ മോട്ടോഴ്സിലും ഉണ്ടാകുന്നു. അദാനി എന്റർപ്രൈസസ് പരിശോധിക്കുകയാണെങ്കിലും 1.25%-ഓളമുള്ളൊരു ഇടിവും. വിപ്രോയെ സംബന്ധിച്ചിടത്തോളം 1% മുകളിലുള്ളൊരു നഷ്ടം വിപ്രോയുടെ ഓഹരികളും രേഖപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ബാങ്കിങ് സൂചിക നിലവിൽ ഏകദേശം 190 പോയിന്റുകളുടെ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നു. ഓഹരികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.25%-ന് മുകളിലുള്ള ഒരു നേട്ടമുണ്ടാകുന്നു. ബാങ്ക് ഓഫ് ബറോഡ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം. സ്റ്റേറ്റ് ബാങ്കിൻ്റെ നേട്ടം നിലവിൽ 0.5%-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കൂടാതെ ഫെഡറൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരികളൊക്കെ തന്നെ ഏകദേശം ഒരു 0.5%-ഓളമുള്ളൊരു നേട്ടവും രേഖപ്പെടുത്തുമ്പോൾ ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല. ICICI ബാങ്ക് 1%-ഓളമുള്ളൊരു നേട്ടം ഇടിവ് കാഴ്ചവെക്കുമ്പോൾ HDFC ബാങ്കും ഇതേ തോതിലേക്കുള്ള ഒരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു ഇടിവ് തന്നെയാണ് നിഫ്റ്റി ബാങ്കിങ് സൂചികയെ നിലവിൽ ഇപ്പോൾ ഡ്രാഗ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ആക്സിസ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5%-ഓളമുള്ളൊരു ഇടിവ് ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക വലിയ രീതിയിലുള്ളൊരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. 1%-ന് മുകളിലേക്കുള്ള ഒരു നേട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്ടേഴ്സിലൊന്നും തന്നെ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഈ ഒരു മണിക്കൂറിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതിൽ തന്നെ നിഫ്റ്റി IT ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ 0.25%-ഓളമുള്ളൊരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി റിയൽറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇടിവ് 0.25%-ന് മുകളിലേക്ക് കടന്നിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 7,536 എന്ന് പറഞ്ഞൊരു നിരക്കിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 1.25%-ന്റെ നേട്ടവും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1.25%-ന് മുകളിലുള്ള ഒരു നേട്ടവും രേഖപ്പെടുത്തുമ്പോൾ യൂക്കോ ബാങ്കിൻ്റെ ഓഹരിക്കും 1.25%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും നേട്ടം ഏകദേശം 1.5%-ഓളം എത്തിയിരിക്കുന്നു. കൂടാതെ ഇന്ത്യൻ ബാങ്ക് ഒരു കാര്യമാണ് PSU ബാങ്കിങ് സൂചികയിൽ നിന്ന് എടുത്തു പറയേണ്ടത്. ഇന്ത്യൻ ബാങ്ക് ഏകദേശം 3%-ന് മുകളിലുള്ള ഒരു കുതിപ്പും രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിലവിലിപ്പോൾ വിപണിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടാതെ ബാങ്ക് ഓഫ് ബറോഡ പരിശോധിക്കുകയാണെങ്കിലും 1%-ന് മുകളിലുള്ള ഒരു നേട്ടവും ഉണ്ടാകുന്നു. നിഫ്റ്റി ITക്കാണ് ഒരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി IT പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 0.5%-ന് മുകളിലുള്ളൊരു ഇടിവോടുകൂടി 35,018 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി IT ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. നേട്ടം പരിശോധിക്കുകയാണെങ്കിൽ HCL ടെക്കിൻ്റെ ഓഹരി 0.5%-ന് മുകളിലും L&T ടെക്നോളജി സർവീസസിൻ്റെ ഓഹരി ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നു. എന്നാൽ മറ്റ് ഓഹരികളൊക്കെ നോക്കുകയാണെങ്കിൽ കൊഫോർജ് ഏകദേശം 2%-ഓളമുള്ളൊരു ഇടിവും, എംഫസിസ് 1.25%-ന്റെ ഒരു ഇടിവും, പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ 1.5%-ന് മുകളിലുള്ളൊരു ഇടിവ് നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നു. കൂടാതെ വിപ്രോയുടെ ഓഹരികളും 1%-ന് മുകളിലേക്കുള്ള ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നു. നിഫ്റ്റി റിയൽറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇടിവ് ഏകദേശം 0.25%-ന് മുകളിലേക്കായിരിക്കുന്നു. നിലവിൽ 905 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റിയിലെ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. നേട്ടം പരിശോധിക്കുകയാണെങ്കിൽ ബ്രിഗേഡ് എൻ്റർപ്രൈസസിന് മാത്രം ഏകദേശം 0.5%-ന് മുകളിലുള്ള നേട്ടം
രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ ഫീനക്സ് മിൽസ് 2%, DLF 1.25% ഇടിവും ഒബ്രോ റിയൽറ്റി ഏകദേശം 1.25% ഒരു ഇടിവുമാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി റിയൽറ്റി സൂചികയിൽ നിന്ന് കാഴ്ചവെക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് പരിശോധിക്കുകയാണെങ്കിലും ഒരു നേട്ടം കാണാൻ സാധിക്കുന്നില്ല, ഏകദേശം 0.25% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കൂടി നിലവിൽ കടക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ സ്വിഗ്ഗിക്ക് JP Morgan ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു വിവരമാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിലവിൽ 470 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 443 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് സ്വിഗ്ഗിയിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റാപ്പിഡോയിലുള്ള കമ്പനിയുടെ ഒരു സ്റ്റേക്ക് വിറ്റിട്ടുണ്ടായിരുന്നു. ഏകദേശം 2400 കോടി രൂപയുടെ ഒരു വിൽപ്പന നടത്തി എന്നൊരു വാർത്തയായിരുന്നു സ്വിഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത്. ഈ ഒരു വാർത്തയ്ക്ക് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേക്ക് സെയിൽ സഹായിക്കും എന്നൊരു കാര്യം നിലവിൽ JP Morgan പറയുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 6 ക്വാർട്ടറിലേക്കുള്ള ഒരു ക്യാഷ് ബാലൻസ് സപ്പോർട്ട് ഈ ഒരു സ്റ്റേക്ക് സെയിൽ നൽകും. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാഷ് ബേൺ ഒക്കെ ക്വിക്ക് കൊമേഴ്സ് രംഗത്ത് വരുത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു കുഷനായിട്ട് ആക്ട് ചെയ്യും എന്നൊരു കാര്യം അവർ പറയുന്നു. കൂടാതെ കമ്പനിക്ക് ഇനി തുടർന്നുള്ള ഒരു ഓപ്പറേഷൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ഫണ്ട് റൈസിങ് നടത്തേണ്ടതായിട്ട് വരില്ല. കാരണം കമ്പനി വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നടത്തുന്നുണ്ട്. കൂടാതെ സെയിൽസിലും ഒക്കെ തന്നെ സബ്സിഡീസ് നൽകി വരുന്നുണ്ട്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മാർജിനിലൊക്കെ തന്നെ ഒരു ഇടിവുണ്ടാകും. നിലവിലുള്ള ഈ ഒരു സ്റ്റേക്ക് സെയിൽ കമ്പനിക്ക് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നൊരു വ്യൂ പോയിൻ്റാണ് നിലവിൽ ഇപ്പോൾ JP Morgan പങ്കുവച്ചിരിക്കുന്നത് എന്നൊരു വാർത്ത കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. തിരിച്ച് വിപണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5% ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് സൂചിക നോക്കുകയാണെങ്കിൽ 0.5% മുകളിലേക്കുള്ളൊരു ഇടിവും നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ് ആയിട്ട് പങ്കുവയ്ക്കാനുള്ളത്.